അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരുമാറാവട്ടെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അല്ലാഹു യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഓക്കെ, സൂറത്തു ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്, ശുക്രൻ. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا. സാണോ സു ആണോ? സുബൂറ എന്നല്ലേ? സാ എന്ന് പറഞ്ഞു ഫഥ വന്നതുപോലെ തോന്നി. ഓക്കെ. ഇത് ഈ ആയത്തൊന്നു, ഈ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യോ? വാ ഫത്ഹ വാ, അംസ ഫത്ഹ ഇ, അംസ കസ്ര ഇ, ദാൽ ഫത്ഹ, അലിഫ് മദ് മുൻഫസിൽ, जायज़ इस्नान और अरबा और अम्स हरकात. إذا لام ساكنة قاف ضمة مد طبيعي حركتان ألقوا ألف صغر مستدع لا ينطق ألقوا. ഓക്കെ. وإذا ألقوا. ഓക്കെ. അൽഹംദുലില്ലാ. ഉസ്താദ്, ഈ ഇതൊന്ന് തഹജ്ജ് ചെയ്യോ? ഇതൊന്ന് തഹജ്ജ് ചെയ്യോ? ഓക്കെ. وإذا ألقوا وفتح ألف أمزة كسر إي ذال فتح ألف مد منفصل جائز اثنان أو أربع أو خمس حركات. ألف أمزة فتح ألف أمزة ضم أو إذا أو وإذا أو لام سكون قاف ضمة مفخمة وأمد مفخمة ألف صفر مستدير لا ينطق ألقوا وإذا ألقوا. ഓക്കെ, ഉഷാറായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു വാവ് മദ് വിട്ടുപോയി. വാവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മദ് പറയാൻ വിട്ടു. മദ് മാത്രം വിട്ടുപോയിട്ടേ ഉള്ളൂ ഒന്ന്. അപ്പൊ സലാം കാക്ക അലിഫ് സിഫർ മുസ്തദീർ വിട്ടുപോയി. അലിഫ് ഹംസ ലമ്മ ലാം സുകൂൻ ഉൽ قاف ضمة قاف ضمة مفخمة واء مد مفخمة واء مد مفخمة مد طبيعي حركتان. ألقوا ألف صفر مستدير لا ينطق ألقوا. نقول تركم. ആയിക്കോട്ടെ, കുഴപ്പമില്ല. وإذا ألقوا. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ ഉൽക്കു എന്നുള്ളതിന് ഖാഫ് ദമ്മ വാമദ്, അത് മുഫഖമ പറയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മുഫഖമ പറയുന്നത് നല്ലതാണ്. അതുകൊണ്ട് അത് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അലിഫ് സിഫർ മുസ്തദീർ സലാം കാക്ക് വിട്ടുപോയോ എന്നൊരു സംശയം, അത് ചേർത്ത് പറയാനുള്ള.
تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. ഓക്കെ അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. ഓക്കെ അൽഹംദുലില്ലാ. ശുക്രൻ, ജസാക്കല്ലാഹ്. تدعو اليوم ആ فتحة دال ساكنة مكلكلة تد ഉം. عين لما ومد تبي حركتان ألف صفر مستدل لا ينضب ഉം. تدعو ഉം. همسة وصل دستة وصل نبدأ بها لام كمريا مظهرة يا فتحة يا سكون يو ميم فتحة ما يوم ഉം. لا تدعو اليوم ഫുൾ ഓതിക്കാളി. لا تدعوا ثبورا واحدا وادعوا ثبورا كثيرا. ഓക്കെ അൽഹംദുലില്ലാ. قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. ഓക്കെ, ഒരാഴ്ച മുമ്പേ തന്ന ആയത്തുകളാണ്, ഓതി പഠിക്കേണ്ടിയിരുന്നു. പക്ഷെ التي وعدتم ഓക്കെ, ടീച്ചർ റേഞ്ച് ഇല്ല കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ആളെ വിളിക്കുന്നുണ്ടേ. قل أذلك قاف ضمة قو لام سكون قل ألف همزة فتحة ذال فتحة ألف مد طبيعي حركتان أذا لام كسرة لي أذالي قاف فتحة كا أذلك قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. ഓക്കെ, റൈഹാന താത്ത പാരായണം ചെയ്തതിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങളെ മെന്റർ ലീഡർ ഇതിനകത്തുണ്ട്, കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. ഓക്കെ, ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാഫാണ്, കാഫിനെ ശ്രദ്ധിക്കണം. പിന്നെ ഹുലിദി എന്ന് ലാമിന് ഉള്ളത്, അതും കൂടി പിന്നെ നിങ്ങളെ മെന്റർ കേട്ടിട്ടുണ്ടാവും, അത് ക്ലിയർ ചെയ്ത് തന്നോളൂ കേട്ടോ ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. മീമല്ല മദ് കൊടുക്കണ്ടേ, മയശഊന അവിടാണ് മദ് കൊടുക്കണ്ടേ കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ, നിങ്ങളെ മെന്റർ ഗ്രൂപ്പിലുണ്ടാവും, മെന്റർ കേറ്റെങ്കിൽ ശരിയാക്കിക്കോളൂ ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഹും ഫീഹാ ലാം ഫത്ഹ ല ഹാ ലമ്മ ഹു മീം സാക്കിന മുഖ്ഫ അല്ല മുൽഹറ ഖബല ഇൽ മക്സൂറ ലഹും ഫീ യാ മക്തബഈ ഹർകതാൻ ഫീ എന്നുള്ളത് എത്രാമത്തെ ഹാലാണ്? ഫി എന്നുള്ള എത്രാമത്താണ്? ഫി എന്നുള്ള എത്രാമത്തെ ഹാലാണ്? രണ്ടും രണ്ട് തന്നെയല്ലേ? കെസ്ര കെസ്ര രണ്ടാമത്തത്. അത് പറയുമ്പോൾ എങ്ങനെ മൊത്തത്തിൽ പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മീം സാക്കിന മുൽഹറ കബലൽ ഫാഇൽ മക്സൂറ പിന്നെ യ മദ് തൊബി ഹർക്കത്ത, അത് മൊത്തത്തിൽ പറയണം, കാരണം അതൊരു ഹാലാണ്. യ മദ് വേറെ അല്ലല്ലോ, അതൊന്നായിട്ടാണല്ലോ. ഓക്കെ, ലഹും ഫീഹാ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ ഹാ ലഹും ഫീഹാ നോദി ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ
كان على ربك وعدا مسئولا. ഓക്കെ, അൽഹംദുലില്ലാ, നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ويوم يحشرهم وفتح ويا فتح يا وسكون يو ويو من فتح ما يوم ويوم يا فتح يا ح سكون يح شين ضمة شو يحشو را لما رو يحشرو ويوم يحشرو ها لما هو ميم سكون عند الوقف ورنهم വേണ്ട, ويوم يحشرهم. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിറ്റ്, വയൗമ എന്ന് പറയുമ്പോൾ വ ആൻഡ് എന്ന് പറഞ്ഞ് ചേർക്കാൻ ഉപയോഗിക്കുന്ന യൗമ എന്ന് പറയുന്നത് വേറെ. അപ്പോൾ നമ്മൾ തെഹജി പറയുന്ന സമയത്ത് വ ഫത്ഹ വ, പിന്നെ യാ വാവ് സുക്കൂൻ യൗമ കഴിഞ്ഞിട്ട് വയൗമ, പിന്നെ യഹ്ശുറുഹും അത് ചേർത്തിട്ട് അങ്ങനെ പറയാം. ഒന്ന് പാരായണം ചെയ്യൂ അത്. ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. അൽഹംദുലില്ലാ, ഷൈബത്ത ഉഷാറായിട്ട് ഗംഭീരമായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. കുറേ വോയിസ് കെട്ടുകൊടുക്കലൊക്കെ മാറിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്, പാരായണത്തിനൊരു മാധുര്യം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ സുബ്ഹാനക മാ കാന سبحانك يا ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن منعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. ഓക്കെ ഫാത്തിമത്ത, കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ശരിയാക്കാണ്, ശ്വാസം കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തത് ഖാലൂ സുബ്ഹാനക കാഫ് ഫതഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ഖാഫിന് എന്താ പ്രത്യേകത ഉണ്ടോ? ലാം ദമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ അലിഫ് സിഫർ. ഖാഫിന് എന്താ പ്രത്യേകത ഉണ്ടോ? മുഫഖമ. കാഫ് ഫതഹ മുഫഖമ അലിഫ് മദ് തൊബി ഹർക്കത്താൻ. അപ്പോൾ അലിഫ് മദ്ദിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? തൊബി ഹർക്കത്താൻ. അലിഫ് മദ്ദിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? അലിഫ് മദ് മുഫഖമയാവും. അലിഫ് മദ് മുഫഖമയാവും. കാഫ് ഫതഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ലാം ദമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ. വേറെന്തൊക്കെ വിട്ടുപോകുന്നുണ്ടല്ലോ മുസിന താത്ത, എന്തൊക്കെയോ വിട്ടുപോകുന്നുണ്ട്. ഒന്ന് പറയുമ്പോൾ ഒന്ന് വിട്ടുപോകുന്നു, ഒന്ന് പറയുമ്പോൾ ഒന്ന് വിട്ടുപോകുന്നു. ഒന്നുകൂടി ഫസ്റ്റ് മുതൽ പറഞ്ഞു നോക്കി പെട്ടെന്ന്. ഖാഫ് ഫതഹ മുഫഖമ അലിഫ് മദ് തൊബി ഹർക്കത്താൻ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ സുൽഫത്താത്തക്ക് തൈജി പറയാൻ കഴിയുമോ? നോക്കട്ടെ, ഒന്ന് പറയൂ അത്. ഇത് പറയാം. ഖാലു സുബ്ഹാനക ഖാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ലാം ദമ്മ വാവ്. ഇതേ രീതിയിൽ തന്നെയാണ് പിന്നെ
മുഹസിന താത്തയും തഹജി പറഞ്ഞത്. മുഹസിന താത്തക്ക് തെറ്റിയതുകൊണ്ടാണ്. ഞാൻ പറയാം. قاف فتحة مفخمة ألف مد مفخمة مد طبيعي حركتان قا لام ضمة واو مد طبيعي حركتان ألف صفر مستتر لا ينطق لو قالوا سين ضمة سو با سكون مقلقلة ساكنة مقلقلة با ساكنة مقلقلة سب حال فتحة ألف مد طبيعي حركتان سبحا نون فتحانا سبحانا كاف فتحة كا سبحانك قالوا سبحانك. Okay, very good. Alhamdulillah. قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم. ഒരു മിനിറ്റ്. മിൻ ദൂനിക മിൻ ഔലിയ, അവിടെ നൂനു സാക്കിനന്റെ നിയമം എന്താണ്? മുഹസിന താത്ത, നൂനു സാക്കിന നിയമം ഇൽഹാറാകുമ്പോ ഉന്ന ചെയ്യണോ? ഉന്ന ചെയ്യണോ അല്ലേ? ഓക്കെ. ഒന്ന് ചെയ്യണോ ഫാത്തിമ താത്തെ? വേണ്ട. ഫാത്തിമത്ത പറയുന്നു വേണ്ട, നിങ്ങൾ പറയുന്നു വേണം. അവിടെ നൂൻ സാക്കിന മുൽഹറ എന്നല്ലേ? ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ, അലിഫ് ഹംസ ഫത്ഹ അല്ലെങ്കിൽ ഹംസിൽ മഫ്തൂഹ പറയാം. അപ്പം മിൻ ഔലിയ എന്നല്ലേ മുഹസിനത്ത വരിക? അങ്ങനെ പാരായണം ചെയ്യൂ. മിൻ ഔലിയാ ولكن متعتهم وآباؤهم حتى نسوا الذكر وكانوا قوما نورا. മുഹസിനത്താത്ത പേടിച്ചിട്ടാണോ എന്താന്ന് അറിയില്ല, മൊത്തം ഓതിയത് മൊത്തം പ്രശ്നമാണ്, തെറ്റുകൾ ഒരുപാടുണ്ട്. ആബാ ഹും നാബാ ഉ അല്ല ആബാ ആണ്. ഹത്താ നസു സിക്ർ അല്ല ദാലാണ് ദിക്റ. ഓക്കെ, പേടിച്ചിട്ടായിരിക്കാം, കുഴപ്പമില്ല. അള്ളാഹു ശരിയാക്കി തരട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا. ഓക്കെ, ضادനെ ശ്രദ്ധിക്കണേ. ضاد مكانا ضيقا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അഫ്സത്താത്ത ഈ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യൂ. ചുവപ്പ് കളർ കാണുന്നത്. منها مكانا ميم كسرة مي نون ساكنة مظهرة قبل الهاء المفتوحة ألف مد طبيعي حركتان منها ميم فتحة ما كاف فتحة ألف مد طبيعي حركتان كا نون تنبين بالفتحة كانا مكانا منها مكانا. ആയത്തൊന്ന് ഓതിക്കോളൂ. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا.
ദ്വാദിനൊന്ന് ശ്രദ്ധിക്കണേ. ദ്വാദ് തഫ്ഖീമിലേക്ക് വന്നിട്ടില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറയാനൊക്കെ ഗംഭീരമായിരുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. വാഹിദ എന്നാണോ വാഹിദ എന്നാണോ വഖഫ് ചെയ്തപ്പോൾ? വാഹിദ വാഹിദ എന്നാണ്. മദ്ദില്ല വഖഫ് ചെയ്യുമ്പോൾ. ഞാൻ ചോദിച്ചത് അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ്ദിലാണോ വഖഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാഹിദ ഫത്ഹയിലാണോ വഖഫ് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ തെറ്റാണ്. അവിടെ ഒന്ന് തഹജി ചെയ്യൂ. വാഹിദ എന്ന് നിങ്ങൾ നിർത്തിയതൊന്ന് തഹജി ചെയ്യൂ. ദാൽ ഫത്ഹ അലിഫ് മദ് അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ എന്താണ്? അല്ല, ഹർക്കത്താൻ എന്താന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഞാൻ ചോദിച്ച മനസ്സിലായി. പാരായണം ചെയ്യും വാഹിദ എന്നാണ് നിർത്തിയത്. അപ്പം അവിടെ തഹജി പറഞ്ഞപ്പോ നിങ്ങൾ വാഹിദ അല്ലെ വാഹിദ്. ഇന്ദൽ വഖഫ് പറയുമ്പോ മദ് ഇവൽ ഹർക്കത്താൻ. ഇന്ദൽ വഖഫ് എന്ന് പറഞ്ഞ മദ് ഇവൽ ഹർക്കത്താൻ മദ് തൊബിയാണ്. 2 ഹർക്കത്ത് സമയം ഉണ്ടെന്നില്ലേ? അപ്പൊ സുബൂറ വാഹിദ അല്ലെങ്കിൽ വാഹിദ അല്ല വാഹിദ. ഓക്കെ, ശരി. اليوم ثبورا همزة وصل تسكت وصل نبدأ بها لام شمسية مظهرة. لام شمسية مظهرة. لام شمسية مظهرة نو. لا لام كمرية مظهرة. لام كمرية مظهرة. يا فتحة ال يا فتحة يا اليا واو سكون يو اليو ميم فتحة ما اليوم ثا وما ثو با لما واو مد طبيعي حركتان بو ثبو. വഖഫ് ചെയ്തിട്ട് വഖഫ് ചെയ്യാം. ഓക്കെ. റാ ഫത്ഹ അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. റാന് എന്തോ പ്രത്യേകത ഉണ്ടോ? اليوم ثبور. റാ ഫത്ഹ മുഫഖമ مفخمة مد إيوال حركتان عند الوقف. ثبورا. ഓക്കേ ഒന്ന് പാരായണം ചെയ്യൂ. اليوم ثبورا. ഒന്ന് പാരായണം ചെയ്യൂ. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. ഒരു ഡൗട്ട് കൂടി ചോദിച്ചു. ലാമിന് ശബ്ദം കൂട്ടിയിരുന്നോ? ഏത് ലാമിന്? ഫസ്റ്റത്തെ ലാമിന് അല്ല, ഫസ്റ്റത്തെ ലാമിന് ഓതുന്ന ഇല്ല, ശബ്ദം കൂട്ടിയില്ലല്ലോ അല്ലേ? ഒന്ന് ഇല്ല. ലാ തദഉ എന്ന് ഓതിയ പോലെ തോന്നി. അല്ല, അങ്ങനെ ഓതിയിരുന്നോ എന്ന് ചോദിച്ചത്. ആ ലാമ് തൊട്ട മുമ്പത്തെ ആയത്ത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. തൊട്ട മുമ്പത്തെ ആയത്ത് നിർത്തുന്നത് ഹുനാലിക സുബൂറൻ എന്നാണ്. അപ്പൊ ഒരാൾ അത് നിർത്താണ്ട് ഓതാണെങ്കിൽ ഹുനാലിക അങ്ങനെ പോകും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ലാമുള്ളത്. നോർമൽ കേസിൽ എന്തില്ല, പിന്നെ നമ്മൾ അവിടുന്ന് എടുത്ത് ഓതാൻ സുബൂറ എന്ന് നിർത്തി ലാ എന്നാണെങ്കിൽ ലാമിന് ശബ്ദിന്റെ ആവശ്യമില്ല. നിർത്താണ്ട് പോവാണെങ്കിൽ ഹുനാലിക സുബൂറൻ ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ വദ്ഉ സുബൂറൻ കസീറ. അപ്പൊ ലാമിന് ശബ്ദം വേണം, അല്ലെങ്കിൽ ശബ്ദം വേണ്ട. ഓക്കെ, സുൽഫത്താത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സർ, ഇവിടെ ലാമിന് ശബ്ദം കൊടുത്ത് ഫത്ത് കൊടുക്കും. അവിടെ നമ്മള് തഹ്ജി പറയുമ്പോ ഇവിടെ വേണ്ട. ലാമ് അറബി ഭാഷയിൽ ലാമ് ഷദ്ദിൽ ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തിനാണ് ശബ്ദ് വന്നതെന്ന് പറഞ്ഞാൽ തൊട്ട മുമ്പത്തെ ആയത്ത് തൻവീനാണ്. അപ്പൊ അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്, അതുകൊണ്ടാണ്. ഓക്കെ,
തെഹജി പറയൂല, അതറിയാം. ലാം ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത് സ്റ്റാർട്ടിങ്ങിന്റെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടക്കത്തിൽ ഷദ്ദുള്ള ഹർഫ് കൊണ്ട് അറബി ഭാഷയിൽ തുടങ്ങൂല. സുക്കൂനും ഷദ്ദൊന്നും എന്തുണ്ടാവില്ല തുടക്കത്തിൽ. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് അതിൽ തുടങ്ങൂല എന്ന് മനസ്സിലാക്കി വെക്കുക. അതെ, കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആ ഷദ്ദ് വരുന്നത്. അങ്ങനെ ഷദ്ദ് വരുമ്പോൾ നോക്കിയാൽ മതി, അടുത്തതിൽ മുമ്പത്തെ ആയത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. تهجي خير أم جنة خاء مفخمة خاء ياء سكون خي راء تنوين بالضمة مظهرة قبل الهمز المفتوحة. خير ميم ساكنة مظهرة قبل الجيم المفتوحة. أمجا خير أمجا نون حرف غنة مشددة بالفتحة ബിഗുന്ന ഹർക്കത്തൈൻ. നൂൻ ഹർഫ് ഉന്നയാണെന്ന് പറഞ്ഞു, പിന്നെ ഒരു ഉന്ന ഹർക്കത്തൈൻ വേണ്ട ആവശ്യമില്ല. നൂൻ ഹർഫ് ഉന്നയാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ അത് മതി. നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ ജന്ന ത ضمatu ജന്നതു ഖൈറുൻ അം ജന്നതു. ഓക്കേ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ميم فتحة ألف مد طبيعي حركتان ما يا فتحة يا شين فتحة ألف مد متصل واجب 4 أو 5 حركات. همزة لما واو مد طبيعي حركتان يشاء نون فتحانا يشاءون ما يشاءون لهم فيها ما يشاءون خالدين كان على ربك وعدا مسؤولا. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണെന്ന്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നൂനു സാക്കിന വ തൻവീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അവസാനത്തെ നിയമമാണ് അൽ ഇഖ്ഫ എന്ന് പറഞ്ഞത്, ഗോപ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മുമ്പേ നമ്മൾ പഠിച്ചതൊന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. നൂനു സാക്കിന 4 നിയമങ്ങളാണ്: ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫ, ഇഖ്ലാബ്. അതിൽ 3 നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇൽഹാറിൻ്റെത് 6 ഹർഫുകളാണ്. ഹൽക്കിൻ്റെ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഇൽഹാർ സംഭവിക്കുന്നത് നൂനു സാക്കിന തൻവീനു ശേഷം ഈ 6 ഹർഫുകളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നൂനു സാക്കിന തൻവീൻ ഇൽഹാറോടുകൂടി ഉച്ചരിക്കണം എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഇദ്ഗാമാണ് പഠിച്ചത്. ഇദ്ഗാം 6 ഹർഫുകൾ തന്നെയാണ്: യാ, റാ, മീം, ലാം, വാവ്, നൂന്, ഇങ്ങനെയാണ്. പക്ഷെ ഇദ്ഗാം 2 എണ്ണം ഉണ്ട്: ഇദ്ഗാം ബി ഉന്ന, ബിലാ ഉന്ന. അപ്പം 4 2 6 എണ്ണമാണ്. അതായത് പിന്നെ ഈ യാ, റാ, മീം, ലാം, വാവ്, നൂനിലെ റാവും ലാമും ബിലാ ഉന്നയും മറ്റേത് ബി ഉന്നയുമാണ്. അങ്ങനെ 6 6 12 ഹർഫുകൾ കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇദ്ഗാം എന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 വാക്കുകൾ വരുന്നുണ്ട് ഖുർആനിൽ. അത് പിന്നെ ലാ തുദ്ഗമു നൂനു സാക്കിന, നൂനു സാക്കിനയ്ക്ക് ശേഷം വാവോ യാവോ ചേർന്ന് വരികയാണെങ്കിൽ ഒരു വാക്കിൽ അവിടെ എന്തില്ല, ആ നിയമം ബാധകമല്ല. ആ 4 വാക്കുകളാണ് കിൻവാൻ, സിൻവാൻ, അദ്ദുനിയ, ബുനിയാൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ ഇഖ്ലാബ് പഠിച്ചു. അതായത് നൂനു സാക്കിന തൻവീനിന് ശേഷം ബാ വരികയാണെങ്കിൽ ആ നൂനു സാക്കിന തൻവീൻ അതിനെ മാറ്റി മറിച്ചിട്ട് മീമാക്കി മാറ്റിയിട്ട് മറച്ച് മണിച്ച് പാരായണം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു, ഇഖ്ലാബ് എന്ന്. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഇഖ്ഫ ആണ്. നമ്മൾക്ക് ഇപ്പോൾ നോക്കിയാൽ ഈ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നൂനു സാക്കിന വ തൻവീൻ ഇൽഹാർ
6 ഹർഫുകളാണ്. ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ. ഇദ്ഗാം ബി ഗുന്ന 4 എണ്ണം. യാ, വാവ്, മീം, നൂന്. ഇദ്ഗാം ബിലാ ഗുന്ന റാ, ലാം. പിന്നെ ഇഖ്ലാബ് ബി ഗുന്ന, അതായത് ഇഖ്ലാബ് കഴിഞ്ഞിട്ട് ഇഖ്ഫാ. ബേസിക്കലി ഇഖ്ഫാ തന്നെയാണ്, മാറ്റി മറിക്കണം എന്നുള്ളത് നമ്മൾ പറയും. ഇഖ്ലാബാണ് സംഭവിക്കുന്നത് ഒരു ഹർഫും. അപ്പം മൊത്തം 6 4 10 13 ഹർഫുകളായി. അപ്പൊ ബാക്കി എത്ര ഹർഫുകളുണ്ട് ശബ്ദമുള്ള? സാർ അവിടെ ഇഖ്ലാബ് ബിഗുന്ന എന്നുണ്ടല്ലോ. ഇഖ്ലാബ് ബിലാ ഗുന്ന എല്ലാം ബിഗൈരി ഗുന്ന എന്ന് വേണ്ട ഉസ്താദ്? സാർ ഇഖ്ലാബ് ഒന്നേ ഉള്ളൂല്ലോ, ഇഖ്ലാബിനില്ല. അല്ല, ഇഖ്ലാബ് ബിഗുന്ന എന്നുണ്ടല്ലോ. ആ, ഇഖ്ലാബ് ബിലാ ഗുന്ന വേണ്ടേ, അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന എന്ന് വേണ്ടേ? ബാ അല്ല, ഇഖ്ലാബ് സംഭവിക്കുന്നത് ഒരേ ഒരു ഹർഫിലേക്ക് മാത്രമാണ്. അത് ബി ഗുന്ന ആണ്, ഒന്നേ ഉള്ളൂ. ഇദ്ഗാമിലാണ് ബില ബില ഗുന്നല്ലല്ലോ സാർ, ബിലാ ബിലാ വേണ്ടേ? ഏ ഓക്കെ 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 ജസാക്ക്. ഓക്കെ ഇദ്ഗാമാണ് ബിലാവുന. ഇദ്ഗാമില് ഉന്നിയും ബിലാവുനി ഉണ്ട്. ഇഖ്ലാബ് ആകെ ഒരു ഹർഫേ ഉള്ളൂ, അത് ബ ആണ്. അത് ഇദ്ഗാം ചെയ്ത് ലൈക്ക് ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 13 ഹർഫുകളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ബാക്കി എത്ര ഹർഫുകൾ ഉണ്ടാവും ശബ്ദമുള്ള? 15. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാക്കി വരുന്ന ഇഖ്ഫ ബിഗുന്ന എൻ്റെ ഹർഫുകൾ 15 എണ്ണാണ്. അപ്പോൾ 6 ഇൽഹാർ, പിന്നെ 4 ഇദ്ഗാം ബിഗുന്ന, ബിലാ ഗുന്ന 2, ഇഖ്ലാബ് 1, മൊത്തം 13. ബാക്കി വരുന്ന 15 ഇഖ്ഫ ബിഗുന്ന ഹർക്കത്തൈനാണ്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഇതിലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി പരീക്ഷനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയമായി തുടങ്ങി. നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവും. ഓക്കെ, നൂനു സാക്കിന വ തൻവീൻ, ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്. അവസാനത്തേതായിട്ട് ഇഖ്ലാബിനെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇഖ്ലാബ് അല്ല, ഇഖ്ഫാനെയാണ് നമ്മൾ പഠിക്കാൻ. ഇഖ്ഫാഇൻ്റെ ഹർഫുകൾ ഇതാണ്. അതായത് സിമ്പിളാണ്. നമ്മൾ പിന്നെ തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ മാറ്റി വെക്കുക. യർമലൂന എന്നുള്ള 6 ഹർഫുകൾ മാറ്റി വെക്കുക, 12. പിന്നെ ഇഖ്ലാബിൻ്റെ 1, 13. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഹർഫുകൾ മുഴുവൻ ഇഖ്ഫാഇൻ്റെ ഹർഫുകളാണ്. ത, ജീം, ദാൽ, ദ, സൈ, സീൻ, ഷീൻ, സ്വാദ്, ضاد, ത, ള, ഫ, ഖാഫ്, കാഫ്. ഇത്രയും ഹർഫുകൾ ഇഖ്ഫാഇൻ്റെ ഹർഫുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഒരു ഉദാഹരണമാണ്. വ അൻ, നൂനു സാക്കിന ശേഷം സൈ വന്ന്, അപ്പോൾ അത് വ അൻസൽന, വ അൻസൽന. അതിൻ്റെ തഹ്ജി ഇങ്ങനെയാണ് പറയുക. നൂനു സാക്കിന മുഖ്ഫ ഇൻദ സാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കതൈൻ. നൂനു സാക്കിനയെ സൈൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫത്ഹ നൽകപ്പെട്ട സൈൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ട് ഗുന്ന ഹർക്കത്തൈൻ, 2 ഹർക്കത്ത് സമയത്തിൽ മടിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. വ അൻസൽന, വ അൻസൽന. ഓക്കെ, അപ്പോൾ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹാലത്ത് ബൈന ഇൽഹാർ വ അൽ ഇദ്ഗാം. അൽ ഇൽഹാർ വൽ ഇദ്ഗാം. ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലാണ് ഇഖ്ഫാ എന്ന് പറയുന്ന നിയമം വരുന്നത്. മഅ മുറാഅത്തി അൽ ഗുന്ന, ഗുന്ന പരിഗണിക്കും, ഗുന്നയോട് കൂടി. വ അദ്മി തഷ്ദീദ്, പക്ഷേ എന്തുണ്ടാവില്ല? ഷദ് ഉണ്ടാവില്ല, ഷദ് ഇല്ലാണ്ടാണ്. അപ്പോൾ ഇദ്ഗാം ചെയ്യുമ്പം ഷദ് വരുന്നുണ്ട്. ഷദ് വരാത്തത് അത് എന്താണ്? കാമിലല്ലാത്തതിന്, നാക്കിസായിട്ട് വരുന്നതിന് ഷദ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇഖ്ഫാഇന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൽഹാറിൻ്റെതും ഇദ്ഗാമിൻ്റെയും ഇടയിലാണ് അതിൻ്റെ പാരായണം നിൽക്കുന്നത്. അപ്പോൾ ഉന്ന നൽകിയിട്ട് ഷദ് ഇല്ലാണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഒരു വാക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വാക്ക് ഫൻസോബ്, ഫൻസോബ്, ഫൻസോബ്. അപ്പോൾ ആ സ്വാദിന് നമ്മൾ ഷദ് കൊടുക്കരുത്. ഫൻസോബ്, ഫൻസോബ്. പിന്നെ
യന്തിഖൂന ആ ഫഥ അടുത്ത സ്ലൈഡത്തെ ഫഥ കേട്ടോ, അത് കൺഫ്യൂഷൻ വരാൻ നൂനു സാക്കിന് ശേഷം ത്വ ആണ്. യന്തിഖൂന യന്തി എന്ന് അറിയാണ്ട് യന്തിഖൂന യന്തിഖൂന. പിന്നെ മിൻ കുല്ലി മിൻ ഖുല്ലി എന്ന് ശബ്ദ കൊടുക്കാണ്ട് മിൻ കുല്ലി. നൂന് ചെറുങ്ങനെ കേൾക്കും, പക്ഷേ പൂർണ്ണമായിട്ട് ഇൽഹാറിലേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് ഉന്ന ചെയ്തിട്ട് അപ്പോൾ യൻദുറൂന യൻദുറൂന. നൂനിലേക്ക് നമ്മൾ പോകും, പക്ഷെ നൂനിലെത്തൂല, നേരെ അവസാനിക്കുന്നത് വാദിൻ്റെ മഖ്റജിലായിരിക്കും. ഓക്കെ. സഞ്ചബീല. ഓക്കെ, ഇങ്ങനെ ഇത് നിങ്ങൾക്ക് വർക്കായിട്ട് തരും. ഈ പിന്നെ 15 ഹർഫിനും നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഹോംവർക്കായിട്ട് കണ്ടെത്തണം. ഇപ്പം ഞാനിവിടെ ഒരു ആയത്ത് പാരായണം ചെയ്തിട്ട് അതിന് തഹജ്ജ് ചെയ്യാം. അതിന് ശേഷം ഞാൻ ഒരാളെ വിളിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം, അതായത് എന്ത് വരുന്നതാണ്, പിന്നെ ആ നിയമം വരുന്ന ഭാഗം മാത്രം ഒന്ന് തഹജ്ജ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഞാൻ പാരായണം ചെയ്യാം. فأنظرني إلى يوم يبعثون. فتحة فا ألف همسة فتحة നൂൻ സാക്കിന മുഖ്ഫ. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത വിളിക്കുന്ന ആള് എന്ത് ചെയ്യണം, തഹജ്ജ് ചെയ്യണം. താഴത്ത് നൂൻ സാക്കിന മുഖ്ഫ ഇൻദ വാദിൽ മക്സൂറ. فأنظر راء سكون أنظر نون كسرة ياء مد منفصل جائز 2 أو 4 أو 5 حركات. ألف همسة كسرة നീ അപ്പോൾ ഫഅൻദിർനീ ലാം ഫത്ഹ അലിഫ് മദ് അലിഫ് ലയ്യിനയാണ് അവിടെ. അപ്പോൾ ലാം ഫത്ഹ അലിഫ് ലയ്യിന മത്തൊബി ഹർക്കത്താൻ ഇല ഫഅൻദിർനീ ഇല. ഓക്കെ, ഇനി ബാക്കി ഞാൻ തഹജ്ജ് ചെയ്യുന്നില്ല, സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഒരാളെ വിളിക്കുക. فأنظرني إلى يوم يبعثون. ഒരു കാര്യം ചെയ്യുക, ഉസ്താദ് തന്നെ പാരായണം ചെയ്യുക. രണ്ടാമത്തെ ആയത്തുള്ളത് ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ. അപ്പോൾ അവിടെ ബിരീഹിൻ സ്വ, ആ ഭാഗമാണ് തഹജ്ജ് ചെയ്യേണ്ടത്. പാരായണം ചെയ്തിട്ട് ആ ഭാഗം മാത്രം തഹജ്ജ് ചെയ്യാം. فأهلكوا بريح صرصر عاتية. بريح صرصر بريح صرصر. اوكي. با كسرة بي را كسرة مرققة ري بيري يا مد را كسرة مرققة يا مد مرققة طبي حركتان ري ح تنوين من الكسرة مخفى عند الصاد عند الصاء المفتوحة. അവിടെ സ്വാദിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതും കൂടി പറയണം. സ്വാദിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതും പറയണം. عند الصاد المفتوحة مفخمة بغنة حركتين. المفتوحة مفخمة بغنة حركتين بين الأستاذ. വേണം بغنة حركتين. را سكون صر. صاد مفخمة. صاد فتحة. را تنوين كسرة مرققة رين. صر سارين.
بريح صرصر الراء تنوين الراء مفخمة الراء تنوين الكسرة مرققة مظهرة قبل العين المفتوحة مد طبيعي حركتان تا كسرتي آتي يا فتح يا آتية تا تنوين الكسرة تن آتية അല്ല അവിടെ നമ്മൾ വഖഫ് ചെയ്യാണ്, അവിടെ വഖഫ് ചെയ്യാണ്. ها ساكنة عند الوقف عاتية فأهلكوا بريح صرصر عاتية. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഉഷാറായിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ അത് അറിയാം, അതങ്ങോട്ട് റെഡി ആവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. റാ സുക്കൂന് എന്ത് സംഭവിക്കുന്നുണ്ട്, തർക്കീക്ക് സംഭവിക്കുന്നുണ്ട്. അത് നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയി, പിന്നെയാണ് എനിക്കത് മനസ്സിലാവുന്നത്. അതായത് നൂൻ സാക്കിന മുഫ ഇൻ ദ ദ്വാദിൽ മക്സൂറ. അപ്പോൾ അവിടെ റ സുക്കൂൻ മുറക്കാണ് വരിക. റ സാക്കിന മുറക്കക ഫഅൻദിർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂനുള്ള റാഇൻ്റെ തൊട്ട മുമ്പുള്ള ഹർഫിന് കെസ്റയാണെങ്കിൽ ആ റാ തർക്കീക്കായിരിക്കും. നമ്മൾ ആ ട്രീയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡയഗ്രാം വരച്ചതിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഒരു മുറക്കക്കയും കൂടി പറയണേ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. ഇനി പിന്നെ ഞാൻ പറയുന്ന ആള് മാത്രം എന്താണ് മറുപടി പറയാം. ചോദ്യമാണ്, ഞാൻ ചോദ്യം ചോദിക്കുന്നിടത്തുള്ള കാര്യങ്ങൾക്ക് ഉത്തരം തന്നാൽ മതി. ഓക്കെ. ഇപ്പം ഇതിൽ ആരാ വരിക ചോദിക്കാൻ? എല്ലാവരും പറഞ്ഞാണല്ലോ. ആരും പുതിയതായിട്ട് വന്ന ആളാരാണ്? അവസാനമായിട്ട് കയറിയ അറ്റൻഡൻസ് വിളിക്കാത്ത? ഓക്കെ, ജുബി ഉണ്ടല്ലോ, ജുബി ആയിക്കോട്ടെ. ജുബിത്താലിയേ, ജുബി പോയോ? ജുബിത്താലിയ. പിന്നെ സൗദാബിത്ത, എല്ലാവരും പോയോ? സൗദാബിത്ത ഉണ്ടോ? സൗദാബിത്ത, ഇവിടുത്തെ നിയമം എന്താ? കാണില്ല. ആ കോളാക്കി വെച്ചെടുത്തുള്ള നിയമം എന്താ? ഓക്കെ, അറിയുന്ന ആള് പറഞ്ഞോളൂ. കമരിയ മുൽഹറ. അപ്പൊ ഇവിടെയോ ഇതെന്താവും വഖഫ് ചെയ്യുന്ന സമയത്ത്? സാക്കിന ഇൻദൽ വഖഫ്. വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെ എന്താണ് ഈ മദ്? എന്ത് മദ്ദ? മദ് മുൻഫസിൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇവിടെയോ? ദോ കസ്റ മുറക്കക്കാരി. ഓക്കെ. ഇവിടെയോ? ലാം ശംസിയ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെയോ? അലിഫ് സിഫർ മുസ്തദിർ. വെരി ഗുഡ്. ഇവിടെയോ? ഓക്കെ. ഈ രണ്ട് ഹർഫിന്റെ പ്രത്യേകത എന്താണ്? മുഫഖമയാണ്. വെരി ഗുഡ്. മുഫഖമ രണ്ടാണ്, മുറക്കല്ല, മുഫഖമയാണ്. ഓക്കെ. ഇത് കൽക്കല. ഓക്കെ, വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെ എന്താ നിയമം വരുന്നത്? ഇദ്ഗാം. വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെയോ? ഇൽഹാർ. ഓക്കെ. ഇവിടെയോ? അവസാനത്തെ
മുഫഖമ. വെരി ഗുഡ്. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ശുക്രൻ ജസാക്കല്ലാ. ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. മദ് ബദൽ. നമ്മൾ ഇതുവരെ മദ് തൊബി എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഒരു പുതിയ പേര് കൊടുക്കാൻ പോവാണ് അടുത്തതായിട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ മദ് തൊബി എന്ന് പറഞ്ഞു പോയ ഒരു മദ്ദിന് ഇന്ന് മുതൽ ഇനി നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് ബദൽ എന്ന് പറയും. ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. എവിടെ പോയി അത്? ഇത്രയൊക്കെ പോകേണ്ടിയിരുന്നു ബാക്കോട്ട്. ഇതാ ചോപ്പിട്ടിട്ട് തന്നെ ഒന്നല്ലയോ. ഇവിടെ നോക്കൂ നിങ്ങള്. മാ യശാഊന മാ യശാഊന കാണുന്നില്ലേ? ഇപ്പൊ കാണില്ലേ? ലഹും ഫീഹാ മാ യശാഊന. നേരത്തെ വരെ നമ്മൾ തഹജ്ജ് പറയുമ്പോൾ എന്തായെന്ന് പറഞ്ഞു? ഷീൻ ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് അർബ ഔ ഖംസ ഹർകാത്ത് ഹംസ ദമ്മ വാ മദ് തബീ ഹർകതാൻ ഊ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നല്ലേ അല്ലേ? ആ, ഇനി നമ്മൾ അത് എന്ത് മാറ്റി പറയും? ഹംസ ദമ്മ മദ് ബദൽ ഹംസ ദമ്മ വാവ് മദ് ബദൽ മദ് തബീ ഹർകതാൻ എന്ന് പറയും. ഓക്കെ, അതിന്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ മനസ്സിലാവും എന്താണ് എന്നുള്ളത്. മദ് ബദൽ അതായത് നമ്മൾ മദ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു. അലിഫ് മദ്, യ മദ്, വാവ് മദിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മദ് മുത്തസിലോ മുൻഫസിലോ ഒക്കെ സംഭവിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താണ് സില കുബ്രയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ ഹംസക്ക് ശേഷമാണ് അലിഫ്, യാ, വാവ് എന്നീ മദ് അക്ഷരങ്ങൾ വരുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് മദ് ബദൽ എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, ആമന എന്നുള്ളത് ശരിക്കും ആമന എന്നുള്ളത് അമന എന്നാണ്. അമന എന്നുള്ളത് ലോപിച്ചിട്ടാണ്. രണ്ട് ഹംസ ഒപ്പരം വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഹംസ കളയാണ്. സുക്കൂനുള്ള ഹംസനെ കളഞ്ഞിട്ട് ആമനയായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ തൂ എന്നാണ് ഊത്തു ആയി മാറുന്നത്. തൂ. പിന്നെ നോക്കി അടുത്തത് ഈ ഇമാൻ എന്നാണ്. അതാണ് ഈമാനനായിട്ട് മാറുന്നത്. പിന്നെ ആദമ അദമ എന്നുള്ളതാണ് ആദമ എന്ന് പറയുന്നത്. ഇവിടെ ഹംസനെ കളഞ്ഞിട്ട് പകരം എന്ത് വരികയാണ്? അപ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കണ്ട. നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പാരായണത്തിൽ വരുന്നത് ഇപ്പോൾ ആമന എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഹംസ ഫത്ഹ അലിഫ് മദ് തൊബീ ഹർകതാൻ ആ എന്നാണ്. ഇനി നമ്മൾ പറയുമ്പോൾ ഈ കേസിൽ അതായത് ഹംസക്ക് ശേഷം അലിഫ് മദോ യ മദോ വാ മദോ വരികയാണെങ്കിൽ എന്താണ് പറയുക? ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർകതാൻ ആ മീം ഫത്ഹ മ ആമ നൂൻ ഫത്ഹ ന ആമന. മദ് തൊബീ തന്നെയാണ്, പക്ഷേ അതിനൊരു പുതിയ പേര് നൽകുകയാണ്. എന്ത്? മദ് ബദൽ. പകരക്കാരനായ മദ് എന്നാണ് മദ് ബദൽ. ഓക്കെ, ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർകതാൻ. മദ് തൊബീ എന്ന് പറയാതിരിക്കാം. മദ് തൊബിയിൽപ്പെട്ട മദ് തന്നെയാണിത്. മദ് തൊബിയിലെ മദ് തന്നെയാണ് എന്ത്? മദ് ബദൽ എന്ന് പറയുന്നത്. അതിൻ്റെ തഹജി ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർകതാൻ. അപ്പോൾ നമുക്ക് അസറ 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 എന്നുള്ളത് തഹജി ചെയ്യുകയാണെങ്കിൽ ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർകതാൻ زاي فتحة زا آزا را فتحة مفخمة را آزارا. ഓക്കെ, ഇതൊന്ന് പിന്നെ സലാംക്ക ഇതൊന്ന് തഹജ്ജ് ചെയ്യൂ. بدل ما الطبيعي ألف مد بدل
مد تبيه حركتان تا ألف مد تبيه حركتان تا فتحة ألف مد طبيعي حركتان تا تا آتا لمه آتاه ميم لمه آتاهم. ഓക്കെ അൽഹംദുലില്ലാ. പിന്നെ ഷിഫിനെ ഓക്കെ ഷിഫിനെ കാണുന്നില്ല. ഉമ്മു ഹബീബത്ത ഊഹിയ അലിഫ് ഹംസ ضمة واو مد بدل مد به حركتان او حاء كسرة هي ياء فتحة ياء ഊഹിയ. ഓക്കെ അൽഹംദുലില്ലാ. കേൾക്കുന്നില്ലേ? ഓ കേൾക്കുന്നുണ്ട് ഇപ്പൊ റെഡിയാണ്. ഓക്കെ അടുത്തത് പിന്നെ അടുത്ത ആളെ പേര് ഞാൻ വിളിക്കാം. നജിലത്താത്ത അതെ ആ ഇതാ ഇവിടെ ഇതൊന്ന് തഹ്ജ് ചെയ്യോ? خاسعين خاسئين ഓക്കെ مفخمة ألف مد طبيعي حركتان خاء അലിഫിനും سين മുഫഖമ كسرة പറയാട്ടോ. إيه അലിഫും മുഫഖമ പറയാന്ന് പറയാം. خاء فتحة مفخمة ألف مد مفخمة مد طبيعي حركتان خاء سين كسرة سي خاسي حمزة كسرة يا مد بدل مد طبيعي حركتان إي خاسئي نون فتحانا خاسئين. അയിനാവുന്നുണ്ടല്ലേ ഇടക്കിടക്ക്. ഓക്കെ അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ എന്താണ് ആബാഅഹും വ ആബാ അവിടെയും ഹംസ ഫത്ഹ അലിഫ് മദ് തന്നെയാണ്. യശാഊന എന്നുള്ളടത്തും അത് തന്നെയാണ്. ആഖറൂൻ എന്നുള്ളടത്ത് ഹംസ ഫത്ഹ ജാഉ അവിടെയും പിന്നെ എന്താണ് മദ് ബദൽ തന്നെയാണ്. അപ്പോൾ ലീലാഫ് ഇസ്രാഈല ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക, തഹജ്ജ് ചെയ്ത് പഠിക്കുക. ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ പാട്ടാണ്. ഔ ഖുദ്ദിമൽ ഹംസു അലാ മദ്ദി വദാ ബദൽ കആമനു വ ഈമാനൻ ഖുദാ ഔ ഖുദ്ദിമൽ ഹംസു അലൽ മദ്ദി വദാ ബദൽ കആമനു വ ഈമാനൻ ഖുദാ ഔ ഖുദ്ദിമൽ ഹംസു അലാ മദ്ദി ഔ കുദ്ദിമ ഹംസ മുൻകടന്ന് വരിക. മദ്ദിന് മുൻകടന്ന് വരിക പറഞ്ഞാൽ സാധാരണ നമ്മൾ പറഞ്ഞത് പിന്നെ അലിഫ് മദ് യാ മദ്ദിന് ശേഷം ഹംസ വന്നാൽ എന്നുള്ള. ഇവിടെ എന്താ ചെയ്യുന്നത്? അതിനെ മുൻകടന്ന് ഹംസ വരികയാണ്. കുദ്ദിമൽ ഹംസു അല മദ്ദി വദ അതിന് എന്ത് പറയും? വദ ബദൽ, അതിന് ബദൽ എന്ന് പറയും. ക പോലെ ആമനു വ ഈമാനൻ ഹുദ പിടിച്ചോ, ഇതാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഔ ഖുദ്ദിമൽ ഹംസു അലാ മദ്ദി വദാ ബദൽ കആമനു വ ഈമാനൻ ഖുദാ. പാട്ടുകൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കുക. പാട്ടിന് മാർക്കുണ്ട്. അതിങ്ങനെ ഔ കുദ്ദിമ കഴിഞ്ഞിട്ട് ഡാഷ് അവസാനം ഹുദ എന്ന് മാത്രമായിരിക്കും. ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. മദ് ബദലും പിന്നെ ഇഖ്ഫാവും എന്നത്. ഇഖ്ഫാ നൂനു സാക്കിന വ തൻവീനിലെ 4ാമത്തെ നിയമമായിട്ട് നമ്മൾ പഠിച്ചാണ് ഇഖ്ഫാ. നൂനു സാക്കിന തൻവീനിന് ശേഷം 15 ഹർഫുകൾ. ആ ഹർഫുകൾ നിങ്ങൾ പഠിക്കുക. 15 ഹർഫുകൾക്ക് ശേഷം 15 നൂനു സാക്കിന തൻവീന് ശേഷം ഈ 15 ഹർഫിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ആ നൂനു സാക്കിന തൻവീനിനെ ആ ഹർഫിനോട് ചേർത്ത് മറച്ച് വെച്ച് മണിച്ച് പാരായണം ചെയ്യണം എന്നുള്ളതാണ്. ആ 15 ഹർഫുകൾ നിങ്ങൾ പഠിക്കുക.
പിന്നെ പറഞ്ഞത് മദ് ബദൽ എന്നാണ്. മദ് ബദൽ എന്ന് പറയുന്നത് അലിഫ് ഈ മദ് യാ മദ് വാവ് മദ് ഇതിൻ്റെ മുൻപിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഹംസ വന്നു, ശേഷം ഈ മദ്ദക്ഷരങ്ങൾ വരികയാണെങ്കിൽ ആ മദ് ഇനി നമ്മൾ പറയുമ്പോൾ മദ് തൊബഴി അല്ല, മദ് ബദൽ മദ് തൊബഴി ഹർക്കത്താൻ എന്ന് ഒരു പുതിയ മദ് നമ്മൾ പഠിച്ചു. ഈ പാട്ടും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന് ശേഷം നമ്മൾ സൂറത്ത് ഫുർഖാനിലെ 19 മുതൽ 24 വരെയുള്ള ആയത്തൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് പിരിയാം. എന്തെങ്കിലും സംശയം ഇന്ന് പറഞ്ഞതിലുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഒന്നുമില്ല. ഇപ്പം നമുക്ക് പാരായണം കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا. ഓക്കെ, അപ്പോൾ ഈ ആയത്തുകൾ നിങ്ങൾ പഠിക്കുക. 19 മുതൽ 24 വരെയുള്ള ആയത്തുകൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ ആയത്ത് വീതം നൽകുന്നത് പ്രയാസമില്ലാണ്ട് ഇന്ന് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ളത് തരും. അത് നിങ്ങൾ മുഴുവൻ കേൾക്കുക. പിന്നെ ഓരോ ആയത്തുകൾ ഓരോ ദിവസം തരുമ്പം ആ ആയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പാരായണം ചെയ്ത് പഠിക്കുക നിർബന്ധമായിട്ടും. അത് കേൾക്കാൻ വോയിസ് ഓഡിയോ ഉണ്ട്, ടെക്സ്റ്റും ഉണ്ട്. നിങ്ങൾക്കത് കേട്ട് പഠിക്കുക. നിങ്ങൾ മറന്നു പോകാണ്ട് ഓത്ത് നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ ഈ സൂറത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, തഹജ്ജും അതേപോലെ എഴുതാനുണ്ടാവും, ഖുർആൻ എഴുതാനുണ്ടാവും. എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർക്കത്ത് നൽകുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഹർക്കത്ത് നൽകുക. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഹർക്കത്ത് നൽകാനുണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കുടുംബത്തിൽ പല ആളുകളും പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലുണ്ട്, പിന്നെ വീടുകളിലുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഉസ്താദിൻ്റെ അമ്മോൻ
ഉമ്മയുടെ ചെറിയ ആങ്ങള സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അതേപോലെ ഒരുപാട് ആളുകൾ അങ്ങനെ പ്രയാസത്തിലാണ്. ക്യാൻസർ പോലുള്ള പ്രയാസങ്ങൾ, ഹോസ്പിറ്റലുകളും മറ്റൊക്കെ ആയിട്ട് പ്രയാസത്തിലാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കാനും അത് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നേറാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠനത്തിലും മറ്റുമായിട്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് പേരുണ്ടെന്ന്, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.